ക്രിസ്മസിൻ്റെ പരിപാടി പോലും തടസ്സപ്പെടുത്തി അതിൽ ഉത്തരവാദിത്വപൂർവ്വം സുരേഷ് ഗോപി ഇടപെട്ടില്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണ് അവിടെ നടന്നത്. അതായത് സുരേഷ് ഗോപിയെ വിളിച്ച് പറഞ്ഞിട്ട് സുരേഷ് ഗോപി ആ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നൊരു ചിന്ത അവിടുത്തെ വിശ്വാസികളിൽ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഫോൺ എടുത്ത് സംസാരിക്കാൻ എസ് ഐ വിസമ്മതിച്ചത്. ഇതൊക്കെ വളരെ പ്ലാൻഡാണ്. ഈ ചില എസ് ഐമാർക്കൊരു പ്രശ്നമുണ്ട്. അതായത് ഈ സ്ത്രീകളൊക്കെ കൂടി നിൽക്കുന്ന ഏരിയയിൽ വരുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു ഹുങ്കാണ്. സുരേഷ് ഗോപി MP ആയി അവിടെ ജയിച്ച ശേഷം അവിടുത്തെ എല്ലാ പരിപാടികളും കുളമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന ഒരു സംഘം അവിടെ ഉണ്ട്. ചേട്ടാ, ഇന്നൊരു ക്രിസ്മസ് ദിവസമാണ്. ഒരുപാട് വിവാദങ്ങൾ വരുന്ന ഒരു ദിവസം കൂടിയാണ്. ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെ ക്രിസ്മസ് പുലരിയിൽ പാലയൂർ സെൻറ്റ് തോമസ് പള്ളി, തൃശ്ശൂർ ജില്ലയിലെ ഒരു ക്രിസ്തീയ ദേവാലയമാണ്. ആ ദേവാലയത്തിൽ കരോൾ ഗാനം ആലപിക്കുന്നത് പോലീസ് തടസ്സപ്പെടുത്തി എന്നൊരു ആരോപണം വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പള്ളി കമ്മിറ്റിക്കാർ തൃശ്ശൂരിനെ പ്രതിനിധീകരിക്കുന്ന MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ ബന്ധപ്പെട്ട പോലീസ് ഇത്തരത്തിലൊരു നടപടി അവിടെ നടത്തുന്നു, അതിൽ താങ്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. സുരേഷ് ഗോപി SI-യുമായി ഫോണിൽ സംസാരിക്കണമെന്ന് പറയുമ്പോൾ പാലയൂർ SI ആയ വിജിത്ത് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയായിട്ട് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഇത് അല്പസ്വല്പം വിവാദങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സെൻറ്റ് തോമസ് തീർത്ഥാടന കേന്ദ്രം, ചവക്കാട് ഏരിയ, അത് പാലയൂർ, അവിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലീസ് കയറി അലമ്പുണ്ടാക്കിയത്. അവിടെ എല്ലാ വർഷവും ഉള്ളതാണ്. രാത്രി 9 മണി മുതൽ 10 മണി വരെ കരോൾ ഗാനം ആലപിക്കുന്നത്. എല്ലാ പള്ളികളിലും, എല്ലാ ക്രിസ്മസ് രാത്രിയിലും, എല്ലാം ഒട്ടുമിക്ക പള്ളികളിലും ഉള്ളൊരു ഇതാണല്ലോ, ആഘോഷമാണല്ലോ. ക്രിസ്മസ് രാത്രിയിൽ, പിന്നെ ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രിയിൽ അവരുടെ കരോൾ ഗാനം ആലപിക്കും. 10 മണിക്ക് മൈക്ക് ഓഫ് ചെയ്യും. പിന്നീട് അത് മൈക്കില്ലാതെ കണ്ടിന്യൂ ചെയ്യാറുണ്ട് പള്ളിക്കുള്ളിൽ. സാധാരണ അത് പള്ളിക്കുള്ളിൽ 12 മണി വരെയൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു ചടങ്ങാണ്. ഇതാണ് പോലീസ് അതിനുള്ളിൽ, പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിൽ കടന്നു കയറി ഇത്തരത്തിൽ എല്ലാം വാരി എറിയുമെന്നാണ് പറഞ്ഞത്. കരോളിൻ്റെ ഭാഗമായി തൂക്കിയ നക്ഷത്രങ്ങൾ ഉൾപ്പെടെ തൂക്കി എറിയുമെന്ന് SI വിജിത്ത് ഭീഷണിപ്പെടുത്തിയെന്നാണ് ട്രസ്റ്റി, പള്ളിയുടെ ട്രസ്റ്റി അംഗങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത്. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചു, അവരുടെ ACP, അവിടുത്തെ DYSP ഒക്കെ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് നടത്താനാണ്. ഇത് 10 മണി കഴിഞ്ഞാൽ പിന്നെ നടത്താൻ പറ്റില്ല. 9:30 കൂടിയാണ് ഈ ആരംഭം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം വന്ന്, ഈ K വിജയൻ വന്നു, അവിടെ വന്ന് പിന്നെ ഇത്തരത്തിൽ ഇതെല്ലാം വാരി എറിയും, ഇപ്പോൾ തന്നെ നിർത്തിക്കോണം, മൈക്കില്ലാതെ പരിപാടി നടത്തിയാൽ മതി എന്ന് ആക്രോശിക്കുകയായിരുന്നുവെന്നാണ് അവിടുത്തെ പരാതി. ഈ ചില SIമാർക്കൊരു പ്രശ്നമുണ്ട്. അതായത് ഈ സ്ത്രീകളൊക്കെ കൂടി നിൽക്കുന്ന ഏരിയയിൽ വരുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു ഹുങ്കാണ്. ഇവർക്കങ്ങ് ഷോ ഓഫ്, ഒന്ന് താരമാകാനുള്ള ഒരു ഷോ ഓഫ് കാണിക്കാനുള്ള ഒരു വല്ലാത്ത വ്യഗ്രത ചില SIമാർക്ക്, ഇപ്പോൾ പുതുതായിട്ട് കയറിയിട്ടുള്ള ചില SIമാർക്ക് ഉണ്ട്. അവർ ഈ പറയുന്ന പോലെ ഇവരുടെയൊക്കെ പുറകെ ഇപ്പോൾ ഒരു ക്യാമറയും ഉണ്ട്. ഇവർ തന്നെ ഒരു ക്യാമറ ഇപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരെങ്കിലും ഒരു ക്യാമറമാൻ ഇവരുടെ വിഷ്വൽസ് എടുക്കും, പിന്നെ ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും. ഇതിനൊരു ഹീറോ പരിവേഷൻ, ഒരു BGM ഒക്കെ ഇട്ട് കാണിക്കുന്ന ഗുണ്ടാ പരിപാടിയാണ്, ഗുണ്ടാ തെമ്മാടിത്തമാണ് കാട്ടിക്കൂട്ടുന്നത്. നടുറോഡിൽ പോകുന്ന ആളെയൊക്കെ പിടിച്ച് തള്ളുക. ഇവിടെ കാസർഗോഡ് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു ഓട്ടോ ഡ്രൈവർ, എനിക്ക് തോന്നുന്നു 1.5 മാസം 2 മാസം കൊണ്ടായിട്ടുള്ളൂ, 2 മാസമായെന്ന് തോന്നുന്നു, ഒരു പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർ, അദ്ദേഹം ഒരു ഹൃദ്രോഗിയാണ്. ഈ ഹൃദ്രോഗിയായിട്ടുള്ള ഓട്ടോ ഡ്രൈവർ അവിടെ പിന്നെ ഒരു റോഡിൽ SIയുടെ ജീപ്പിന് ഫ്രണ്ടിൽ ഈ ഓട്ടോ പതിയെ പോയി. ഇപ്പോൾ ഓട്ടോ പതിയെ പോയപ്പോഴത്തേക്ക് പോലീസ് ജീപ്പ് ബ്ലോക്കായി. ആ ദേഷ്യത്തിന് ആ പാവപ്പെട്ടൻ്റെ ഓട്ടോ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ട് വണ്ടി അവിടെ ജനങ്ങൾക്ക്, കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ യാത്ര ചെയ്തു. അതെന്താ, കാൽനട യാത്രക്കാർക്ക് എന്താ ഈ പിന്നെ വാക്ക്വേ കൂടെ കയറ്റി ഓടിച്ചോ? ഒന്നുമില്ല, നടുറോഡിൽ കൂടെ പോയ വണ്ടിയാണ്. പോലീസ് ജീപ്പിന് ബ്ലോക്ക് ഉണ്ടാക്കി SIക്ക് ദേഷ്യം വകുപ്പിട്ട് കൊടുത്ത് ഓട്ടോ പിടിച്ച് ഒരാഴ്ച അകത്തിട്ടു. പിന്നെ മംഗലാപുരംകാരനാണ് ആള്. പിന്നെ ഒരാഴ്ചയോളം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി. CI പോയി കണ്ടു. CI പറഞ്ഞു പോയി വണ്ടി എടുത്തോളാൻ പറഞ്ഞു. പെറ്റിയടിച്ചാൽ വിടാവുന്ന കാര്യമാണ്. ആ ഓട്ടോ ഡ്രൈവർ താമസിച്ചിരുന്ന ഒരു ദിവസം 300 രൂപയ്ക്കാണ് ഓട്ടോ ഡ്രൈവർ ഒരു റൂം എടുത്ത് താമസിക്കുകയാണ് അവിടെ വന്ന്, കാസർഗോഡ് വന്ന് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ആ ഓട്ടോ ഡ്രൈവർ കഴിഞ്ഞ 2 മാസം മുമ്പ് തൂങ്ങി മരിച്ചു. ഓട്ടോ ഡ്രൈവർ തൂങ്ങി മരിച്ചു. SIയെ സസ്പെൻഡ് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. സസ്പെൻഡ് ചെയ്തോ ഇല്ലയോ എന്നറിയില്ല. അയാൾക്കെതിരെ വകുപ്പുകാല നടപടി ഉണ്ടാകുമെന്ന് അവിടുത്തെ കാസർഗോഡ് SP
ഒന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നടപടി SP ഉറപ്പ് കൊടുത്ത സ്ഥിതിക്ക് നടപടി ഉണ്ടായിരിക്കും. ഇങ്ങനെ കുറേ SIമാർ ഇറങ്ങിയിട്ടുണ്ട്. സ്ത്രീകൾ, അതായത് യുവതികൾ കൂട്ടത്തോടെ നിൽക്കുന്നിടത്ത് കണ്ടു കഴിഞ്ഞാൽ അവിടെ വരിക, അവിടെ വന്ന് കുറച്ച് ഷോ ഓഫ് കാണിക്കുക, അവരുടെ മുന്നിലൊന്ന് എന്താ പറയുക, താനൊരു വലിയ സംഭവമാണെന്ന് കാട്ടിക്കൂട്ടുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. ഇതൊരു ദേവാലയമാണ്, ഇവർക്ക് കയറി നിരങ്ങാനുള്ള സ്ഥലമല്ല അത് വിശ്വാസികൾക്ക് വിശ്വാസപൂർവ്വം വരാനുള്ള സ്ഥലമാണ്, ദേവാലയമാണ്. അവർക്ക് അവരുടെ ചടങ്ങുകളും അവരുടെ പ്രാർത്ഥനാ രീതികൾ പ്രകാരം അവരുടെ ചടങ്ങുകൾ നടത്താൻ ഉള്ള സ്ഥലമാണത്. വേറെ എവിടെ ആണെങ്കിൽ ഇവർക്ക് കയറാൻ പറ്റൂ? ഒരിക്കലും നടക്കത്തില്ല. ഇവർക്ക് ഈ പറയുന്ന ക്രിസ്തീയ ദേവാലയങ്ങളിലും ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളിലും ഒക്കെ കയറി മാത്രമേ ഈ പറയുന്ന അഭ്യാസങ്ങൾ കാണിക്കാൻ പറ്റൂ. വേറെ എവിടെ കയറാൻ പറ്റൂ ഇവർക്ക്? ഞാനൊരു സ്ഥലം ഇവർക്ക് പറഞ്ഞു കൊടുക്കാം, കയറാൻ പറ്റുമോ? ഇവിടെ ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്, അഭിഷേകിന് അറിയായിരിക്കുമല്ലോ. തീരദേശത്തോട് ചേർന്ന് ഇവിടെ ഒരു പ്രശസ്തമായ സ്ഥലമുണ്ട്, അവിടെ ഒരു പരിപാടി നടക്കാറുണ്ട്. ഒന്ന് കയറി നോക്ക്. ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല, എല്ലാവർക്കും മനസ്സിലായി കാണും. അവിടെ ഒരു കച്ചവട കേന്ദ്രമൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ, ഒരു വലിയ കച്ചവട കേന്ദ്രമാണത്. കച്ചവടങ്ങളൊക്കെ ഈ പറയുന്ന പിന്നെ ഈ വിദേശ നിർമ്മിത സാധനങ്ങൾ, ഫോറിൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്. മുമ്പ് അവിടെ കലാപമൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. അവിടെ പൂന്തുറയിൽ നിന്നൊക്കെ ചിരാകത്തോട്ട് കയറിപ്പോണം. അവിടെ പിന്നെ വിശ്വാസപൂർവ്വം നടക്കുന്ന പരിപാടിയാണ്. അവിടെ ഒന്ന് കയറിയിട്ട് നിങ്ങളൊന്ന് നിയന്ത്രിക്കാനൊന്നും സമയം നിയന്ത്രണം എന്ന് പറഞ്ഞ് അവിടെ എന്തെങ്കിലും തടസ്സപ്പെടുത്താൻ ഒന്ന് സാധിക്കില്ല. ചെന്ന് നോക്ക്, പങ്കായത്തിനടിക്കും. പേടിയൊന്നുമല്ല, പങ്കായത്തിനടിക്കും. പിടിച്ച് കടലിൽ മുക്കും അവർ. അങ്ങോട്ട് ചെന്നാൽ അതിൻ്റെ അപ്പുറത്തോട്ട് നല്ല തിരയടിക്കുന്നുണ്ട് കടലിങ്ങോട്ട്. അല്ലേ ആ പിന്നെ വലിയതുറ പാലം ഉണ്ടല്ലോ, അതിനടുത്ത് കടകിക്കളയന്മാർ. പക്ഷേ ചേട്ടാ, അത് പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട ഒന്നാണ്, ഈ ക്രിസ്തീയ ദേവാലയങ്ങളിൽ അധികം ഉച്ചഭാഷണം വെച്ചുള്ള പരിപാടികൾ അങ്ങനെ നടക്കാറില്ല. ഇത് പൊതുവേ നമ്മൾ അർദ്ധരാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധരാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്കിൻ്റെ ഉപയോഗം നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. കാര്യം പിന്നെ എല്ലാവരും ഈ പറയുന്ന ഒരു സ്ഥലത്ത് താമസിക്കുന്ന എല്ലാവരും വിശ്വാസികളാകണമെന്നില്ല. പല വിഭാഗത്തിലുള്ള ആളുകൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ കുട്ടികൾക്ക് എക്സാം ആയിരിക്കും, ചെറിയ കുഞ്ഞുങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്, ഹൃദ്രോഗികളായിട്ടുള്ള ആളുകൾ, ഒരു മാനസികമായിട്ട് പല വികാരങ്ങളുള്ള അതെ ഓട്ടിസം ബാധിച്ച ആളുകളുണ്ടാകും. അതുകൊണ്ട് ഈ അർദ്ധരാത്രിക്ക് ശേഷം, അതായത് 10 മണിക്ക് ശേഷമൊക്കെ ഇത് 10-11 മണിക്ക് ശേഷം ഇത് നടത്താമെന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്ത കാര്യമാണ്. ഇവരെ സംബന്ധിച്ചോളം ഇവരങ്ങനെ ചെയ്യാറില്ല പൊതുവെ. ക്രിസ്തീയ ദേവാലയങ്ങൾ ഈ ക്രിസ്തീയ ദേവാലയങ്ങൾ ഇങ്ങനെ നടക്കാറില്ല. അവർ ഈ പറയുന്ന പോലെ റാസ നടത്തിയാലും അത് ഏകദേശം ഒരു 10 മണിക്കുള്ളിൽ അവരത് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ പരിപാടി അവസാനിപ്പിക്കും. അവരുടെ റാസ പോകുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, റോഡ് പോലും ബ്ലോക്ക് ചെയ്യാറില്ല അവർ. ഒറ്റ റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കാറില്ല അവരത്ര ഒരു വളരെ കൃത്യതയോട് കൂടിയാണ് അവരുടെ ആളുകൾ പിന്നെ ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക് പോയി അത് അവസാനിപ്പിക്കുന്ന ഒരു ആരാധനാക്രമം അവസാനിപ്പിക്കുന്നത്. ഇത് കയറി അത്തരത്തിലുള്ള സമാധാനമായി ജീവിക്കുന്ന അവരുടെ നെഞ്ചത്ത് നിന്ന് കയറുക എന്ന് പറയുന്നത് ഇയാൾക്കെതിരെ അടിയന്തരമായി നടപടി. ഇതിന് പിന്നിൽ മറ്റേ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ടോ എന്നൊക്കെ തീർച്ചയായും പരിശോധിക്കണം. പിന്നെന്താ, ഇത് അന്വേഷിക്കണം. വെറുതെ ഒരു SI കയറിയിട്ട് തൃശ്ശൂർ പോലെ വളരെ എന്താ പറയുക, ഈ പറയുന്ന പോലെ ക്രിസ്തീയ ദേവാലയങ്ങൾ ഇഷ്ടം പോലെയുള്ള സ്ഥലം, ക്രിസ്തീയ ദേവാലയങ്ങൾ അതുപോലെ തന്നെ ക്രിസ്തീയ സമുദായത്തിന് വളരെ സ്വാധീനമുള്ള ഒരു മേഖലയിൽ കയറി അവരുടെ ആരാധനാലയത്തിൽ കയറി അവരെ തന്നെ ഭീഷണിപ്പെടുത്തി അവരുടെ എന്താ പറയുക മൈക്ക് സെറ്റും നക്ഷത്രങ്ങളും എല്ലാം വാരി ഞാൻ എടുത്ത് ചവിട്ടിക്കൂട്ടി വെളിയേറിയെന്ന് പറയുന്ന ഒരു SIക്ക് അങ്ങനെ അധികാരം കിട്ടണമെങ്കിൽ, അങ്ങനെ കാണിക്കണമെങ്കിൽ അയാൾക്ക് കൃത്യമായി ആരോ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന് മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി, അദ്ദേഹം വലിയ രീതിയിൽ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിച്ചാണ് അദ്ദേഹം വിജയിച്ചു കയറിയത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിലെല്ലാം അദ്ദേഹം പിന്തുടരുന്നൊരു ക്രിസ്തീയ മതവിശ്വാസത്തോട് അദ്ദേഹത്തിനൊരു ഇതുണ്ട്, ആകർഷണം. അത് അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിക്കാറുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ സുരേഷ് ഗോപിക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. അങ്ങനെയാണ് ഈ പള്ളി കമ്മിറ്റിക്കാർ, പാലയൂർ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഒരുപാട് വട്ടം സന്ദർശിച്ചിട്ടുള്ള ഒരു ദേവാലയം തന്നെയാണ്. അപ്പോൾ അതുമായിട്ട് അടുത്ത് നിൽക്കുന്നയാളായതുകൊണ്ടാണ് പള്ളി കമ്മിറ്റിക്കാർ സുരേഷ് ഗോപി എന്നവരുടെ ജനപ്രതിനിധിയെ തന്നെ വിളിച്ചത്. എന്നാൽ ആ ജനപ്രതിനിധി കേന്ദ്രമന്ത്രിയാണ് എന്നത് പോട്ടെ, ഒരു MP എന്ന നിലയിൽ അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും SI കാണിച്ചില്ലെന്ന് പറയുമ്പോൾ എന്താ പറയണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞത്, ഇതിന് പല വശങ്ങളുണ്ട്. ഒന്ന്, ആരുടെയും നിർദ്ദേശം അയാൾക്ക് ലഭിച്ചിട്ടുണ്ട്.
2 തനിക്കൊന്ന് പെർഫോം ചെയ്യാൻ പറ്റിയ സ്ഥലം, ആരുടെയോ നിർദ്ദേശം അയാളുടെ പിൻബലത്തിൽ നിന്ന് തനിക്കൊന്ന് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു രീതി, ഇത് രണ്ടും അവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ സുരേഷ് ഗോപി MP ആയി അവിടെ ജയിച്ച ശേഷം അവിടുത്തെ എല്ലാ പരിപാടികളും കുളമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന ഒരു സംഘം അവിടെ ഉണ്ട്. അവിടുത്തെ എല്ലാ പരിപാടികളും, അവിടെ ക്ഷേത്രോത്സവങ്ങളാണെങ്കിലും അവിടുത്തെ പള്ളിയിലെ ഈ പറയുന്ന ചടങ്ങുകളാണെങ്കിലും ഇതെല്ലാം തന്നെ കലക്കി നശിപ്പിച്ച്, അതായത് ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഇവിടെ സർവത്ര പ്രശ്നമാണ് എന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ബോധപൂർവം അവിടെ നടക്കുന്നുണ്ട്. അതിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അദ്ദേഹം ജയിച്ചതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അവിടെ ആരംഭിച്ചിരിക്കുന്ന ഒരു ശ്രമമാണ്. നേരത്തെ അറിയത്തില്ലേ, തേക്കിൻകാട് മൈതാനത്ത് അദ്ദേഹം വന്നു എന്നതിൻ്റെ പേരിൽ പിന്നീട് അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം, തേക്കിൻകാട് മൈതാനത്ത് അദ്ദേഹം വന്നു എന്നുള്ളതിൻ്റെ പേരിൽ പിന്നീട് അവിടെ കോൺഗ്രസ്സുകാർ കാട്ടിക്കൂട്ടിയ പ്രശ്നങ്ങളും പിന്നീട് അതിനോട് പ്രതിരോധിക്കാൻ BJP ഇറങ്ങിയ പ്രശ്നങ്ങളും, അങ്ങനെ പല പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നടക്കുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ പരിപാടികളും നശിപ്പിക്കുക. അവിടെ നടക്കുന്ന ഇനിയിപ്പോൾ അടുത്ത ക്രിസ്മസ് കഴിച്ചു, ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഓണം വരും, അവിടെ പുലികളി നടക്കും, പല പല പരിപാടികൾ അവിടെ നടക്കും. ആ പരിപാടികളൊക്കെ തന്നെ കുളമാക്കാൻ വേണ്ടി ഒരു ഗൂഢസംഘം അവിടെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ആ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഗൂഢസംഘത്തിൻ്റെ ലക്ഷ്യം തന്നെ ഇതൊക്കെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഒരു ആൾ ജയിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പഞ്ചായത്ത് വാർഡുകളിൽ ശ്രദ്ധിച്ചാൽ മതി. പഞ്ചായത്ത് വാർഡുകളിൽ ഇപ്പോൾ CPM-നും കോൺഗ്രസിനും സ്വാധീനമുള്ള മേഖലയാണെന്ന് വെച്ചോ, അവിടെ പുറത്തു നിന്നൊരു സ്വതന്ത്രൻ ജയിച്ചെന്ന് വെച്ചോ, ആ സ്വതന്ത്രൻ്റെ വാർഡിൽ മാത്രം ഒന്നും കൊടുക്കത്തില്ല, ഒരു സാധനവും കൊടുക്കത്തില്ല. അയാളെ ഇട്ട് നടത്തിച്ച്, അയാളെ ഇട്ട് നശിപ്പിച്ച്, ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ ഗതി കെട്ടിട്ട് അയാൾ കറണ്ടിൻ്റെ പ്രശ്നം വന്ന് ഗതി കെട്ടിട്ട് അയാൾ നാണയത്തോട്ടെല്ലാം കൂടെ വാരിക്കൊണ്ടുവന്ന് KCB കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾ എണ്ണാൻ പറഞ്ഞ കഥയുണ്ട് ഇവിടെ. നിങ്ങൾ എണ്ണിയെടുത്തോ, പൈസ എല്ലാം കൂടെ എണ്ണിയെടുത്തോളാൻ പറഞ്ഞ് KCB അങ്ങോട്ട് പണിയെടുത്ത കഥയുണ്ട്. കൊല്ലത്ത് നാണയത്തൂട്ടുകൾ വാരിക്കൊണ്ട് അയാൾ ഗതി കെട്ടു, അയാൾ നടന്ന് ഗതി കെട്ടു, അയാളുടെ വാടി മാത്രം കറണ്ടില്ല, അയാൾ നാണയത്തൊട്ടെല്ലാം കൂടെ വാരി. അതൊരു രാഷ്ട്രീയം പിന്തുടരുന്നു, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും അല്ല, അയാൾ BJP ആണ് എന്ന പേരിൽ അയാളെ ഒറ്റപ്പെടുത്തുന്ന സംഭവങ്ങൾ ധാരാളമുണ്ട്. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ പരിപാടികൾ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സുരേഷ് ഗോപിക്ക് മാക്സിമം ആയിട്ട് എന്താ പറയുക, സുരേഷ് ഗോപി കാരണം ഇവിടെ സുരേഷ് ഗോപി MP ആയ ശേഷം ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ശ്രമമാണ്. മതവിശ്വാസങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം പോലും ഹനിക്കപ്പെടുന്നു, പ്രതീതി സൃഷ്ടിക്കുക. അതെ, അതുവഴി BJP അകറ്റി നിർത്താമെന്നാണ് അവർ സ്വപ്നം കാണുന്നത്. അതെ, തീർച്ചയായും അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ക്രിസ്തീയ വിഭാഗങ്ങളെ BJP-യിൽ നിന്ന് അകറ്റാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് അടുത്ത് വരുന്ന ഒരു സമയമാണ്. അതെ, ഭാഗമാണ് ഈ ഒരു ശ്രമം. അതായത് ഈ പറയുന്ന ക്രിസ്മസിന്റെ പരിപാടി പോലും തടസ്സപ്പെടുത്തി അതിൽ ഉത്തരവാദിത്വപൂർവ്വം സുരേഷ് ഗോപി ഇടപെട്ടില്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണ് അവിടെ നടന്നത്. അതായത് സുരേഷ് ഗോപിയെ വിളിച്ച് പറഞ്ഞിട്ട് സുരേഷ് ഗോപി ആ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നൊരു ചിന്ത അവിടുത്തെ വിശ്വാസികളിൽ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഫോൺ എടുത്ത് സംസാരിക്കാൻ SI വിസമ്മതിച്ചത്. ഇതൊക്കെ വളരെ പ്ലാൻഡ് ആണ്. ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി പറയണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലും അതുപോലെ ഈ പള്ളിയിലെ ഉത്സവങ്ങളിലും ഒക്കെ ഈ മൈക്ക് നിയന്ത്രണം ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഈ പള്ളികളിൽ മൈക്ക് ഉപയോഗിക്കുന്നതിന് തീർച്ചയായും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ഒരു വിഭാഗം കേരളത്തിൽ ധാരാളമായിട്ടുണ്ട്, പ്രത്യേകിച്ച് കലാകാരന്മാർ. അവർക്ക് ആ ഒരു ഉത്സവ സീസൺ മാത്രം പ്രതീക്ഷിച്ചായിരിക്കും അവർ ഓരോ സ്വപ്നങ്ങൾ കാണുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഈ ഉത്സവ സീസണുകളിൽ 10 മണിക്ക് ശേഷം മൈക്ക് നിയന്ത്രണം വരുന്നത് കൊണ്ട് തന്നെ ഓരോ ആരാധനാലയങ്ങളിൽ അല്ലെങ്കിൽ പള്ളികളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ പരിപാടികൾ വെട്ടിക്കുറക്കുന്നത് പോലും നിത്യസംഭവമാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു സാധാരണ താഴെത്തട്ടിലുള്ള കലാകാരന്മാർക്ക് ഇതൊരു വലിയ ദ്രോഹമായി മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കോളാമ്പി എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കണമെന്നാണ്. അതായത് വലിയ മരത്തിന് മുകളിൽ കെട്ടിവെച്ചുള്ള പരിപാടി, ഉച്ചഭാഷണി എന്ന് പറയുന്ന പരിപാടി, അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കി സ്റ്റേജിന് മുന്നിൽ മാത്രമായിട്ട് ഈ ബോക്സുകൾ സെറ്റ് ചെയ്യണം. ബോക്സുകൾ സെറ്റ് ചെയ്ത് ഈ പരിപാടി നടത്താവുന്നതേ ഉള്ളൂ. സ്റ്റേജിന് മുന്നിൽ ആ സ്റ്റേജിന് മുന്നിൽ എത്തുന്ന കാഴ്ചക്കാർക്ക് മാത്രമായി ഇത് പരിമിതപ്പെടുത്തണം. ഇതിൻ്റെ സൗണ്ട് പരിമിതപ്പെടുത്താൻ പറ്റും. ഞങ്ങളുടെ ഇവിടെയൊക്കെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഈ പറയുന്ന പോലെ സ്റ്റേജിന് മുന്നിൽ ഒരു നിശ്ചിത ഏരിയയിൽ വെച്ച് ബാക്കി രാത്രി ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന മൈക്കുകളെല്ലാം ഓഫ് ചെയ്ത് കളയും. ടോപ്പിലിരിക്കുന്ന എല്ലാ മൈക്കും പുറത്തേക്കുള്ള എല്ലാം ഓഫ് ചെയ്ത് കളയും. അങ്ങനെയുള്ള പരിപാടികൾ നടത്തണം. പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അത് റേഡിയോ പോലെ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. റേഡിയോ പോലെ അവർക്കത് കേൾക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കാണേണ്ടവർ വന്ന് കാണട്ടെ, കാണേണ്ടവർ വന്ന് സ്റ്റേജിന് മുന്നിൽ വന്നിരുന്ന് ആസ്വദിക്കട്ടെ. അവിടെ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ഉത്സവത്തിൽ പങ്കെടുക്കണം എന്നുള്ളത്
ആ ജനത അല്ലെങ്കിൽ കേരളം പോലൊരു പ്രദേശത്ത് എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ ഏത് ആരാധനാലയത്തിലെ പരിപാടിക്കായാലും പങ്കെടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒക്കെ ഒരു പ്രതീകമാണ്. അതിൻ്റെ കടയ്ക്കിൽ കത്തിവെക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ 4-5 വോട്ടിന് വേണ്ടി വിവിധ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമാണ്, ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നത്. ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ഇവിടെ ആദ്യം ശ്രമിച്ചത് ബ്രിട്ടീഷുകാരാണ്, ഡിവൈഡ് ആൻഡ് റൂൾ. അതാണ് ഇവരിപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാരത് ചെയ്തതിൻ്റെ ഫലം ദീർഘകാലമായി നമ്മൾ അനുഭവിച്ചതാണ്, വർഷങ്ങളോളം നമ്മൾ അനുഭവിച്ചു, ഇന്നും അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ബാക്കിയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി ഇപ്പോൾ അധികാരത്തിന് വേണ്ടി തൃശ്ശൂരിലെ ഒരു അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ മാത്രമായിട്ട് അവിടുത്തെ ജനതയെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ദൂരവ്യാപക ഫലം ചെയ്യും, ദൂരവ്യാപകമായി ഇത് ബാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും ആത്യന്തികമായി ഇതിന് കിട്ടാൻ പോകുന്ന റിസൾട്ട് അതായിരിക്കും. എന്തായാലും പാലയൂരിലെ ദേവാലയത്തിൽ ഇന്നലെ നടന്ന സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ്. ഇതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ആരുടെയെങ്കിലും ബോധപൂർവമായ ശ്രമങ്ങളുണ്ടോ എന്ന് തീർച്ചയായും അന്വേഷിക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.